ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഒരു ഗെയിമിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരുപാട് ഗെയിമുകളുണ്ട്. നമുക്ക് തനിച്ച് കളിക്കാവുന്നതും അല്ലാത്തതുമായ ഒരുപാട് ഗെയിമുകളുണ്ട്. എന്നാൽ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗെയിമിനെ കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം. ഇത് നമുക്ക് വീടിനകത്തു നിന്നോ പുറത്തു നിന്നോ കളിക്കാവുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിം ഒരു നിശ്ചിത സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കളിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഗെയിം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കുറച്ച് കൈകാലുകളുടെ ചിത്രം അത്യാവശ്യമായി വേണ്ടതാണ്. ഞാൻ ഇവിടെ കുറച്ച് കാലുകളുടെയും കൈകളുടെയും ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ഓരോ ജമ്പ് കാലിൻ്റെ ചിത്രത്തിലേക്ക് കാൽപാദം വെച്ച് ജമ്പ് ചെയ്തുകൊണ്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. കൈയിൻ്റെ ചിത്രം കാണുമ്പോൾ കൈ കുത്തി വേണം അവിടെ നിൽക്കാൻ. ഇങ്ങനെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് സമയം വരുന്ന ആൾ വിൻ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തുടങ്ങിയാലോ? കൂട്ടുകാരെ, നമ്മുടെ ഗെയിം പരിചയപ്പെടുത്തുവാനായിട്ട് സാരംഗ് എന്നൊരു കൂട്ടുകാരൻ നമ്മുടെ കൂടെയുണ്ട്. ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് സാരംഗ് നമുക്ക് കാണിച്ചു തരും. സാറ് നിങ്ങൾക്ക് ഇതിൻ്റെ നിയമങ്ങളും പറഞ്ഞു തരാം. കേട്ടല്ലോ? എന്ന് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. റെഡി ആയല്ലോ? റെഡി, സ്റ്റാർട്ട്. ഓ, തെറ്റിപ്പോയല്ലേ? ഓക്കെ, കണ്ടല്ലോ. നമ്മളെന്താ പറഞ്ഞിരുന്നത്? എവിടെയാണോ തെറ്റിപ്പോകുന്നത് അവിടുന്ന് വീണ്ടും തുടങ്ങണം. അപ്പോൾ നമുക്ക് 1 മുതൽ വീണ്ടും തുടങ്ങണം. ഇപ്പോൾ സാരംഗ് ചെയ്ത സമയം വെറും 3-4 സെക്കൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിലേറെ കുറഞ്ഞ സമയത്താണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു ഗെയിമാണ് കേട്ടോ. ഒന്നുകൂടി നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? റെഡി റെഡി സ്റ്റാർട്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഗെയിം. ഇത് നമ്മുടെ കാലിൻ്റെയും കൈയിൻ്റെയും പേശിശക്തി, പേശിക്ഷമത എന്നിവ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും നമ്മുടെ ശ്വസന പ്രക്രിയ നന്നാക്കിയെടുക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇത് വളരെ രസകരമായൊരു ഗെയിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? ഓക്കെ, നമ്മുടെ സാരംഗിനെ എല്ലാവരും ഒരു കയ്യടി കൊടുത്തേ. ഓക്കെ, let's go! നമ്മൾ ഗെയിമിൽ വരച്ച കാലിൻ്റെയും കൈയിൻ്റെയും ചിത്രം കണ്ടല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പേപ്പറിലോ മറ്റും ചിത്രങ്ങൾ വരച്ചുകൊണ്ട് റൂമിനകത്തോ പുറത്തോ വെച്ച് കളിക്കാവുന്ന ഒരു കളിയാണ് അല്ലേ? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം കളിക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകുന്നത് കണ്ടല്ലോ. ഇതുപോലെ നമ്മുടെ കൈ വയ്ക്കുന്ന രീതി ശ്രദ്ധിക്കണം. നമ്മൾ കൈ വയ്ക്കുന്ന രീതി അത് തെറ്റിപ്പോയാൽ കളി വീണ്ടും തുടങ്ങേണ്ടതാണ്.
ഇപ്പോൾ ഗെയിമിനെ കുറിച്ച് ശരിക്കും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീണ്ടും നല്ലൊരു ഗെയിമുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.